15ാം ലോക്സഭയുടെ വർഷകാല സമ്മേളനം പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങുമെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത്. സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ കൽക്കരി, തെലുങ്കാന വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസിലെ തന്നെ ഏതാനും അംഗങ്ങളും സമ്മേളനത്തെ ശബ്ദമുഖരിതമാക്കി. എന്നാൽ തുടക്കത്തിൽ പാർലമെന്റിൽ പതറിയ സർക്കാർ തിരിച്ചുവരുന്ന കാഴ്ചയാണ് സമ്മേളനത്തിന്റെ അവസാന ദിവസങ്ങളിൽ കണ്ടത്. UPA സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ഭക്ഷ്യസുരക്ഷയും ഭൂമി ഏറ്റെടുക്കൽ ബില്ലും പാർലമെന്റ് പാസാക്കി. 1 നൂറ്റാണ്ട് പഴക്കമുള്ള നിയമത്തിന് പകരമായുള്ള ബില്ലായിരുന്നു ഭൂമി ഏറ്റെടുക്കൽ ബിൽ. സർക്കാർ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിന് കർശന നിബന്ധനകൾ ഉൾപ്പെട്ടതാണ് പ്രസ്തുത ബിൽ. സാമ്പത്തിക പരിഷ്കരണം ഊർജിതമാക്കുന്ന പെൻഷൻ ബിൽ പാസാക്കിയതും സർക്കാരിന് നേട്ടമായി. രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്ത സർക്കാരിന് മുഖ്യപ്രതിപക്ഷമായ BJPയുടെ പിന്തുണ നിയമനിർമ്മാണങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. തെലുങ്കാന വിഷയങ്ങളിൽ ബഹളം വെച്ച 15 അംഗങ്ങളെ 2 വട്ടം ലോക്സഭാ സ്പീക്കർ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. പൊതുതെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെ വർഷകാല സമ്മേളനത്തിൽ സുപ്രധാന നിയമനിർമ്മാണങ്ങൾ പാസാക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. മീഡിയ 1, ഡൽഹി.